ഹായ് സ്റ്റുഡൻറ്റ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റയെ കുറിച്ചാണ്. നിങ്ങളെല്ലാവരും കൈറ്റിൻ്റെ വീഡിയോ കണ്ടു കാണുന്നു കരുതുന്നു. അപ്പോൾ നമ്മളിന്ന് അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഇപ്പോൾ ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള ഡാറ്റ ഉണ്ട്. ലൈക്ക് നമ്പേഴ്സ്, ക്യാരക്ടേഴ്സ്, ഇമേജസ്, ഓഡിയോ, വീഡിയോ എക്സെട്ര അല്ലേ. അപ്പോൾ ഇതുപോലെ പല ഡാറ്റകളുണ്ട്. ഇതെങ്ങനെയാണ് ഹൗ വി ക്യാൻ റെപ്രസെൻറ്റ് ദീസ് കൈൻഡ് ഓഫ് ഡാറ്റ ഇൻ എ കമ്പ്യൂട്ടർ അല്ലേ. ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്, ഹൗ വി ക്യാൻ റെപ്രസെൻറ്റ് ദീസ് ഡാറ്റ ഇൻ എ കമ്പ്യൂട്ടർ മെമ്മറി അല്ലെ. കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്? നമുക്കറിയാം, ഇൻ എ കമ്പ്യൂട്ടർ മെമ്മറി വി ഹാവ് ടു സ്റ്റോർ ഡാറ്റ ഓൺലി ഇൻ ദ ഫോം ഓഫ് ബൈനറി നമ്പേഴ്സ് അല്ലെ. ബൈനറി നമ്പേഴ്സിന്റെ രൂപത്തിൽ മാത്രമേ കമ്പ്യൂട്ടറിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മീൻസ് ഇൻ ദ കമ്പ്യൂട്ടർ മെമ്മറി അല്ലെ. ഇപ്പം ബൈനറി നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ ദ ഫോം ഓഫ് വൺസ് ആൻഡ് സീറോ അല്ലെ. ബൈനറി നമ്പേഴ്സ് നമ്മൾ പഠിച്ചാണ്, അവിടെ രണ്ട് സിമ്പിൾസ് ഉള്ളൂ, 0 and 1. So all the data that should be stored in a computer must be in the form of binary അല്ലെ. ബൈനറിയുടെ രൂപത്തിലായിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഹൗ ടു റെപ്രസെന്റ് ദിസ് ഡാറ്റ. അതിൽ തന്നെ മൂന്നായി തരംതിരിക്കാം: റെപ്രസെന്റേഷൻ ഓഫ് നമ്പേഴ്സ്, റെപ്രസെന്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് റെപ്രസെന്റേഷൻ ഓഫ് ഓഡിയോ, വീഡിയോ ആൻഡ് ഇമേജസ്. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം ആദ്യത്തെ റെപ്രസെന്റേഷൻ നമ്പേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും, ക്യാരക്ടേഴ്സ് ഒരുവിധം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും, റെപ്രസെന്റേഷൻ ഓഡിയോ, വീഡിയോ ആൻഡ് ഇമേജസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പറഞ്ഞ നമ്പേഴ്സ്, ക്യാരക്ടേഴ്സ്, ഓഡിയോ, വീഡിയോ ആൻഡ് ഇമേജസ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മുടെ മൈൻഡിൽ വേണം എന്താണ്? ഓൾ ദീസ് ആർ സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ബൈനറി അല്ലെ. അപ്പോൾ എങ്ങനെയാണ് നമ്പേഴ്സ് ബൈനറി ആയിട്ടും, ക്യാരക്ടേഴ്സ് ബൈനറി രൂപത്തിൽ, ഓഡിയോ, വീഡിയോ, ഇമേജിൽ ബൈനറി സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. So first of all, representation of numbers അല്ലെ. നമ്പേഴ്സിന്റെ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്തത് പഠിക്കാൻ പോകുന്നത്. അതിൽ തന്നെ എന്താണ് റെപ്രസെന്റേഷൻ ഓഫ് നമ്പേഴ്സിന് രണ്ടായി തരംതിരിക്കാം: റെപ്രസെന്റേഷൻ ഓഫ് ഇൻഡിജേഴ്സ് ആൻഡ് റെപ്രസെന്റേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. അവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ബൈനറി റെപ്രസെന്റേഷൻ അല്ല, റെപ്രസെന്റേഷൻ ഓഫ് ഇൻഡിജേഴ്സ് എന്ന് ഉദ്ദേശിച്ചത്. മൂന്ന് തരത്തിലുള്ള മെത്തേഡ്, മൂന്ന് മെത്തേഡ് ഉണ്ട്. ഈ മൂന്ന് മെത്തേഡിൽ ഏത് വേണമെങ്കിലും നമുക്ക് എന്തിനു ഉപയോഗിക്കാം? ഒരു ഇൻഡിജർ നമ്പറിനെ നമ്മളുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. സോ ഇതൊക്കെയാണ് മൂന്ന് മെത്തേഡ്: സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്, വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് ആൻഡ് ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ്. ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വളരെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് 3 മാർക്കിന്. ഒരു നമ്പർ തന്നിട്ട് അതിന്റെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, വൺസ് കോംപ്ലിമെന്റ്, ടൂസ് കോംപ്ലിമെന്റ് കാണാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് തരാറുണ്ട്. അല്ലെങ്കിൽ എന്താണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്, എന്താണ് വൺസ് കോംപ്ലിമെന്റ് ആൻഡ് ടൂസ് കോംപ്ലിമെന്റ് എന്നാണ്. നമ്മളിവിടെ നോക്കാം ബൈനറി റെപ്രസെന്റേഷൻ ഓഫ് ഇൻഡിജേഴ്സ്. ഇൻഡിജർ നമ്പേഴ്സിന് റെപ്രസെന്റ് ചെയ്യാനാണ് ഈ മൂന്ന് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മൂന്നും പഠിക്കാം. ഫസ്റ്റ് വൺ ഈ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ പറയുന്നത് എന്താണ്? ആൻ ഇൻഡിജർ നമ്പർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇസ് നോർമൽ ഫോം. ദാറ്റ് ഈസ് എന്താണ്? ഒരു ഇൻഡിജർ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ കൺവേർട്ട് ഇൻ ടു ഇസ് ബൈനറി ഫോം, ബൈനറി ഫോർമാറ്റിലോട്ട് മാറ്റുന്നു. അപ്പോൾ എല്ലാ ബിറ്റും 8 ബിറ്റും 1 ആണെങ്കിൽ അതിൻ്റെ നമ്പർ, ഒരു ബൈനറി നമ്പർ ഉണ്ട്, അതിൽ 8 ബിറ്റ് ഉണ്ട്. 8 ബിറ്റും 1 ആണെങ്കിൽ അതിൽ മാക്സിമം റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഡിജർ നമ്പർ എത്രയാണ്? 511 ആണ് അല്ലേ. അതിന് നമുക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. എന്താണ്? എല്ലാ ബിറ്റിലും 1 ആണെങ്കിൽ അതിന് എല്ലാ 8 ബിറ്റ് 1 ആയിട്ടുള്ളതിനെ ഇൻഡിജർ ബൈനറി നമ്പറിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെസിമലായി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 511 ആയിരിക്കും. 7 ബിറ്റ് ഉള്ളെങ്കിലോ അതിലെല്ലാ ബിറ്റും 1 ആകുമ്പോൾ മാക്സിമം റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഡിജർ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 255 ആണ്. ഓക്കെ. അപ്പോൾ അത് പോട്ടെ, നമുക്ക് നമ്മളുടെ ഇതിലോട്ട് എങ്ങനെയാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഇൻഡിജർ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് രണ്ട് പാർട്ട് ഉണ്ടാവും. ഒന്നെന്താണ്? സൈൻ പാർട്ടും മറ്റൊന്ന് മാഗ്നിറ്റ്യൂഡ് പാർട്ട്. മാഗ്നിറ്റ്യൂഡ് പാർട്ടിലാണ് എന്ത് ചെയ്യുന്നത്? ആ പറഞ്ഞ ഇൻഡിജർ നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സൈൻ പാർട്ട് എന്ത് ചെയ്യും? ആ ഇൻഡിജർ നമ്പറിന്റെ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് റെപ്രസെന്റ് ചെയ്യും. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം അല്ലെ. ഇവിടെ കണ്ടിട്ടുണ്ട് എന്താണ്? 27 എന്ന് പറഞ്ഞ ഒരു നമ്പർ ഉണ്ട് അല്ലെ. അപ്പോൾ ഈ 27 നമുക്ക് അതിന്റെ ബൈനറി എന്ന് പറയുന്നത്, ഇക്വലന്റ് ബൈനറി എന്ന് പറയുന്നത് എന്താണ്? 11011 ആണ്. 11011 ആണ്. ഓക്കെ. പക്ഷെ നമ്മളുടെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് പ്രകാരം പറയുന്നത് ഏതൊരു നമ്പറിനെ നമ്മൾ ഒന്നെങ്കിൽ 8 ബിറ്റ് ഫോർമാറ്റിൽ അല്ലെങ്കിൽ 16 ബിറ്റ് ഫോർമാറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുക. അതിലും വലിയ കൂടിയ നമ്പറാണ് 24 ബിറ്റ് അല്ലേ. അപ്പോൾ 8 ബിറ്റ് നമ്പർ നമ്മൾ പൊതുവെ എന്താണ്? 511 എന്ന് പറയുന്ന ഇൻഡിജറിന് വരെയുള്ള 511 പറഞ്ഞ ഇൻഡിജർ വരെയുള്ള നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? 255 വരെയുള്ള ഇൻഡിജർ നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? 8 ബിറ്റ് ഫോർമിൽ, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോർമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു നമ്പർ ആണെങ്കിലും അതിന് 8 ബിറ്റ് ഫോമിലോട്ട് മാറ്റും. ഇപ്പോൾ 110011 എന്ന് പറഞ്ഞു നമ്മൾ
അപ്പോൾ ഈ പറഞ്ഞതാണ് എന്ത് 27ന്റെ ബൈനറി. അതിനെന്ത് ചെയ്യണം 8 ബിറ്റിലോട്ട് ആക്കണമെങ്കിൽ 3 ബിറ്റ് ലെഫ്റ്റിലോട്ട് ആഡ് ചെയ്യണം. പക്ഷേ നമ്മൾ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് പറയുന്നത് 8 ബിറ്റ് ഫോർമാറ്റിലാണെങ്കിൽ MSB ബിറ്റ്, അതായത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് സൈൻ ബിറ്റും ബാക്കി റിമൈനിങ് വരുന്ന 7 ബിറ്റ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഇതുവരെ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ 8 ബിറ്റിലും 16 ബിറ്റിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. 8 ബിറ്റ് ഫോർമാറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആയിട്ടുള്ള, അതായത് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിന് സൈൻ റെപ്രസെന്റ് ചെയ്യാനും റിമൈനിങ് വരുന്ന 7 ബിറ്റ് ആ ഇൻറ്റിജർ നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ആ 7 ബിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ്, ഇപ്പോൾ 7 ബിറ്റാണ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ 27ന്റെ ബൈനറി നോക്കുകയാണെങ്കിൽ എന്താണ് 11011 ആണ് അല്ലേ. അപ്പോൾ അവിടെ എത്രയേ ഉള്ളൂ, ആകെ 5 ബിറ്റേ ഉള്ളൂ. റിമൈനിങ് 2 ബിറ്റ് എന്തുണ്ട് അവിടെ പെൻഡിങ് ആണ്, അല്ലെങ്കിൽ ബാക്കിയുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ആ ലെഫ്റ്റിൽ 2 0 ചേർക്കും, ആ 2 ബിറ്റിന്റെ അവിടെ 0 ചേർത്തു. ഓക്കെ, ദെൻ ഇനി അടുത്ത് നോക്കുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ്, അതാണ് എന്ത് സൈൻ ബിറ്റ്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ദ നമ്പർ ഈസ് പോസിറ്റീവ് then it is filled with 0. If the number is negative it is filled with 1. ഓക്കെ, അപ്പോൾ 27 എന്ന് പറയുന്ന നമ്പറിന്റെ പ്ലസ് 27 എന്ന് പറയുമ്പോൾ എന്താണ് പ്ലസ് ആണ്, സിഗ്നേച്ചർ വരാത്തതുകൊണ്ട് ബൈ ഡിഫോൾട്ട് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്തു സൈൻ ബിറ്റ് 0 ആക്കി, റിമൈനിങ് 27ന്റെ ബൈനറി എഴുതി അതിന് 7 ബിറ്റിലോട്ടും കൺവേർട്ട് ചെയ്ത് നമ്മൾ അങ്ങനെ എന്ത് ചെയ്ത് 8 ബിറ്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തു അല്ലേ. എന്തുകൊണ്ട് ഞാൻ 16 ബിറ്റ് എന്ന് പറയാൻ കാരണം എന്തായിരുന്നു, 255 വരെയുള്ള റെപ്രസെന്റ് നമ്പർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് 7 ബിറ്റ് കൊണ്ട് മാക്സിമം മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. 256 വന്നാൽ അതിനെന്ത് ചെയ്യണം, 256 എന്ന് പറഞ്ഞ ഒരു നമ്പർ വരികയാണെങ്കിൽ അത് നമ്മൾ 16 ബിറ്റ് ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്ത്, അപ്പോഴും നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്ത് ചെയ്യുന്നു, ആ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് സൈനും ബാക്കി റിമൈനിങ് വരുന്ന 15 ബിറ്റ് എന്ത് ചെയ്യും മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിയ നമ്പേഴ്സ് വരാൻ സാധ്യതയല്ല എക്സാമിന്, അപ്പോൾ 8 ബിറ്റ് ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്താൽ മതി ആയിട്ടുള്ള. അപ്പോൾ 1+1 റെപ്രസെന്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം 8 ബിറ്റ് ഫോർമാറ്റ് ഉപയോഗിക്കണം. 255 റെപ്രസെന്റ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം 8 ബിറ്റ് ഫോർമാറ്റ് ഉപയോഗിക്കണം. ഇപ്പോൾ മനസ്സിലായാലും 8 ബിറ്റ് ഫോർമാറ്റിൽ എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, ദെൻ -21 അല്ലേ, 21ന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു. 21ന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് 10101 ആണ്. ഓക്കെ, അപ്പോൾ 5 ബിറ്റ് ഉള്ളൂ, അതിന് 7 ബിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റിൽ 2 0 ആഡ് ചെയ്തു. ദെൻ സൈൻ നോക്കി മൈനസ് ആണ്, അതുകൊണ്ട് 8ാമത്തെ ബിറ്റ് എന്താക്കി 1 റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഈ രീതിയിൽ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 8 ബിറ്റ് ഫോർമിൽ റെപ്രസെന്റ് ചെയ്യുന്നു, അതിൽ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് അല്ലെങ്കിൽ എന്താണ് MSB bit is taken as sign bit and remaining 7 bit is taken as magnitude bit. If the number is positive, sign bit is filled with 0. If the number is negative, sign bit is filled with 1. Okay, next method on the ones complement method. Okay, എങ്ങനെയാണ് ജനറലി ഒരു വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്യേണ്ടതെന്നും പഠിക്കാം. ഓക്കെ, എങ്ങനെയാണ് പറയുന്നത്, എ നമ്പർ വൺസ് കോംപ്ലിമെന്റ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ റീപ്ലേസിംഗ് എവറി 0 ബിറ്റ് ഇൻ ദ നമ്പർ വിത്ത് 1 ആൻഡ് എവറി 1 ബിറ്റ് വിത്ത് 0. നമുക്കൊരു ബൈനറി നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബൈനറി നമ്പറിൽ വൺസിനെല്ലാം 0 ആയി കൺവേർട്ട് ചെയ്യും, 0-നെല്ലാം വൺസ് ആയിട്ടും കൺവേർട്ട് ചെയ്ത് എന്ത് കിട്ടി, വി വിൽ ഗെറ്റ് ദ വൺസ് കോംപ്ലിമെന്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ നമ്പർ. അപ്പോൾ അതിന് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം, എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, വൺസ് കോംപ്ലിമെന്റ് 3 തരത്തിലുണ്ട്. അതേപോലെ ടൂസ് കോംപ്ലിമെന്റ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. വൺസ് കോംപ്ലിമെന്റ് പഠിച്ചാൽ ടൂസ് കോംപ്ലിമെന്റ് എളുപ്പമാണ്, വളരെ ചെറിയ ചേഞ്ചേ ഉള്ളൂ. വൺസ് കോംപ്ലിമെന്റ് കാണാൻ 3 മെത്തേഡാണുള്ളൂ, ഒരു മെത്തേഡേ ഉള്ളൂ ശരിക്കും പറഞ്ഞു. പക്ഷെ അത് നമ്മൾ 3 ടൈപ്പ് നമ്പർ വരുമ്പോൾ 3 രീതിയിലാണ് ചെയ്യുന്നത്. അത് പഠിച്ചതിന് ടൂസ് കോംപ്ലിമെന്റും അതേപോലെ തന്നെ 3 ടൈപ്പ് നമ്പേഴ്സ് വരാം, അത് 3 രീതിയിൽ നമ്മൾ ചെയ്യുന്നു. എങ്ങനെയാണെന്ന് നോക്കാം അല്ലെ. അപ്പൊ നമ്മളോട് പറയുന്ന ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വൺസ് കോംപ്ലിമെന്റ് ഓഫ് എ ബൈനറി നമ്പർ. ഒരു ബൈനറി നമ്പർ തന്നില്ല, ബൈനറി നമ്പർ നമുക്കറിയാം എന്താണ്, 0s and 1s. ബൈനറി നമ്പർ തന്നിട്ട് അതിന്റെ വൺസ് ആൻഡ് അതുപോലെ തന്നെ വൺസ് കോംപ്ലിമെന്റ് കാണാനാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ മെത്തേഡ് ഉപയോഗിക്കുക, ഇപ്പം ബൈനറി നമ്പർ then just invert the bits in the binary number. എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇൻവേർട്ട് ചെയ്യുന്നു. ഇൻവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ, ബൈനറി നമ്പറിൽ 0 എല്ലാം 1 ആക്കുന്നു, 1 എല്ലാം 0 ആക്കുന്നു, അതിനാണ് ഇൻവേർട്ട് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, 0-നെ 1 ആക്കുന്നു, 1-നെ 0 ആക്കുന്നു. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്,
ഫൈൻഡ് ദ വൺസ് കോംപ്ലിമെന്റ് ഓഫ് 11001 അല്ലേ? അപ്പോൾ അതിന്റെ ആദ്യം നമ്മൾ ആ ബൈനറി നമ്പർ എഴുതി. ഇനി എന്താ അടുത്ത് നമ്മളെ ടെക്നിക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? തന്നിരിക്കുന്ന നമ്പറിൽ 1-നെല്ലാം 0 ആക്കി മാറ്റുന്നു, 0-നെല്ലാം 1 ആക്കി മാറ്റുന്നു. വൺസ് കോംപ്ലിമെന്റ് എന്ത് ചെയ്യും? 1-നെ 0 ആക്കി, ഫസ്റ്റ് 0 എന്ന് വന്നു, പിന്നെ സെക്കൻഡ് 1-നെ 0 ആക്കി 0 എന്ന് വന്നു, ദെൻ തേർഡ് 0 വന്നതിന് അതിന് 1 ആക്കി, ദെൻ ഫോർത്ത് 0-നെ 1 ആക്കി, ദെൻ ഫിഫ്ത്ത് 1-നെ 0 ആക്കി. അപ്പോൾ നമുക്ക് കിട്ടിയ വൺസ് കോംപ്ലിമെന്റ് എന്താണ്? ബൈനറി നമ്പറിന്റെ 001100 അല്ലേ? 1-നെ 0 ആക്കി മാറ്റി, 0-നെ 1 ആക്കി മാറ്റി. വളരെ ഈസി ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ്? ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ വൺസ് കോംപ്ലിമെന്റ് ഓഫ് ഇൻറ്റിജർ നമ്പർ, അതും പോസിറ്റീവ് ഇൻറ്റിജർ നമ്പർ, നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന നമ്പർ ഫൈൻഡ് ദ വൺസ് കോംപ്ലിമെന്റ് ഓഫ് എ പോസിറ്റീവ് ഇൻറ്റിജർ നമ്പർ. അങ്ങനെയാണെങ്കിൽ എന്തുണ്ട്? എങ്ങനെയാണ് കാണുന്നത് അല്ലെ? വൺസ് ബൈനറി നമ്പറിന്റെ ഇക്വലന്റ് കണ്ടു, ഇനി പോസിറ്റീവ് നമ്പർ ആണ് എങ്ങനെ കാണുന്നത്? അതിനെന്ത് ചെയ്യും? ഇഫ് ദ നമ്പർ ഇസ് പോസിറ്റീവ് ഇൻറ്റിജർ, ദെൻ ഫസ്റ്റ് ഫൈൻഡ് ദ ബൈനറി ഇക്വലന്റ് ഓഫ് ദാറ്റ് നമ്പർ. എന്ത് ചെയ്യണം? ആ പർട്ടിക്കുലർ ഇൻറ്റിജർ നമ്പറിന്റെ ബൈനറി ഇക്വലന്റ് കാണണം. അത് 8-ബിറ്റ് ഫോമിലും വരാം, 16-ബിറ്റ് ഫോമിലും വരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 1 ആണെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? 1 റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് മതി? വെറും 1 മതി അല്ലേ? 2 ആണെങ്കിലോ 10 എന്ന് മതി. 2 ബിറ്റേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ആ 2 ബിറ്റ് 2 എന്ന് പറയുന്നതിന് 8-ബിറ്റ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 0 0 0 0 0 0 ദെൻ 1 0 അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ ആ 2 ബിറ്റ് 10 എന്ന് റെപ്രസെന്റ് ചെയ്ത് പിന്നെ റിമൈനിങ് ലെഫ്റ്റിൽ വരുന്ന 6 ബിറ്റിന് എന്ത് ചെയ്യും? വെറും 0 കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്ത് 8 ബിറ്റ് ഫോർമാറ്റിലോട്ടാക്കി മാറ്റി എന്നർത്ഥം. അപ്പോൾ 8-ബിറ്റ് ഫോമിൽ നിന്ന് എപ്പോഴാണ് 16 ബിറ്റിലോട്ട് പോവുക? 511 ആണെന്ത്? 8 ബിറ്റ് വെച്ച് നമുക്ക് മാക്സിമം റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. അപ്പോൾ നമുക്ക് 512 എന്ന് പറഞ്ഞൊരു ഇൻറ്റീജർ നമ്പർ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ വന്ന എന്ത് ചെയ്യാം? 16 ബിറ്റിലോട്ട് പോകണം. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് നോർമലി വരിക 8 ബിറ്റിലുള്ള നമ്പർ ഫോർമാറ്റിലെ നമ്പറേ വരാൻ സാധ്യതയുള്ളൂ. അത് വെച്ച് നോക്കിയാൽ മതി. ജസ്റ്റ് ഇവിടെ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം 16 ബിറ്റ് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഇൻറ്റിജർ നമ്പറിന്റെ ബൈനറി ഇക്വലന്റ് കാണണം. ബൈനറി ഇക്വലന്റ് കണ്ടാൽ മാത്രം പോരാ, 8-ബിറ്റ് ഫോർമാറ്റിലോട്ടാക്കി മാറ്റണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതാണെന്ത്? വൺസ് കോംപ്ലിമെന്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പോസിറ്റീവ് ഇൻറ്റിജർ നമ്പർ. അപ്പോൾ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ബൈനറി ഇക്വലന്റ് തന്നെയാണ്. നമുക്ക് നോക്കാം. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു എക്സാമ്പിൾ ഉണ്ട്. ഫൈൻഡ് ദ വൺസ് കോംപ്ലിമെന്റ് ഓഫ് +25 അല്ലെ? ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ നേരത്തെ തന്നിരുന്നത് നമുക്ക് മുമ്പത്തെ എക്സാമ്പിൾ ഒരു ബൈനറി നമ്പർ ആയിരുന്നെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? ഒരു പോസിറ്റീവ് ഇൻറ്റിജർ നമ്പർ ആണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? അതിന്റെ ഇൻറ്റിജർ നമ്പറിന്റെ ബൈനറി ഇക്വലന്റ് കാണണം. കണ്ടാൽ മാത്രം പോരാ, അതിന് എന്ത് ചെയ്യണം? 8-ബിറ്റ് ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഇൻറ്റിജർ നമ്പറിന്റെ ബൈനറി ഇക്വൽ 25ന്റെ ബൈനറി ഇക്വലന്റ് എന്ന് പറയുന്നത് എന്താണ്? 11001 ആണ് അല്ലെ? അത് 5 ബിറ്റ് ഉള്ളൂ. ബാക്കി റിമൈനിങ് 3 ബിറ്റ് ഉണ്ട്. അപ്പൊ ആ 3 ബിറ്റ് എന്ത് ചെയ്യും? നമ്മൾ ലെഫ്റ്റിൽ എന്ത് ചെയ്യും? 3 0 ആഡ് ചെയ്തു. ഓക്കെ, 3 0 ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 8 ബിറ്റ് ഫോർമാറ്റിലായി. അപ്പോൾ എന്താണ്? ഇതൊരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് തന്നെ, പോസിറ്റീവ് ഇൻറ്റിജർ നമ്പർ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോസിറ്റീവ് ഇൻറ്റിജർ നമ്പറിന്റെ ബൈനറി ഇക്വലന്റ് തന്നെയാണ് എന്ത്? അതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു നമ്പറിന്റെ പോസിറ്റീവ് ഇൻറ്റിജർ നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് കാണാൻ എന്ത് പറഞ്ഞാൽ മതി? വൺസ് കോംപ്ലിമെന്റ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ നമ്പറിന്റെ ബൈനറി ഇക്വലന്റ് കണ്ടുപിടിക്കുക, അതിനെ 8-ബിറ്റ് ഫോർമാറ്റിലോട്ടാക്കി മാറ്റുക. അത് തന്നെയാണ് എന്ത്? അതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അടുത്ത മൂന്നാമത്തെ, ഇഫ് ദ നമ്പർ ഇസ് എ നെഗറ്റീവ് ഇൻറ്റിജർ നമ്പർ. പോസിറ്റീവ് ബൈനറി നോക്കി ആദ്യം, പിന്നെ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ നമ്പർ നോക്കി. ഇനി എന്താ പറഞ്ഞത്? ഇഫ് ദ നമ്പർ ഇസ് എ നെഗറ്റീവ് ഇൻറ്റിജർ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ദെൻ ഫസ്റ്റ് ഫൈൻഡ് ദ ബൈനറി ഇക്വലന്റ് ഓഫ് ദാറ്റ് നമ്പർ. ആ നമ്പറിന്റെ, ആ ഇൻറ്റിജർ നമ്പറിന്റെ ബൈനറി ഇക്വലന്റ് ആദ്യം കാണുന്നു. 8-ബിറ്റ് ഫോർമാറ്റിലോ അല്ലെങ്കിൽ 16-ബിറ്റ് ഫോർമാറ്റിലോ കാണുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഇൻവേർട്ട് ഇസ് ബിറ്റ് ടു ഗെറ്റ് വൺസ് കോംപ്ലിമെന്റ്. എന്ത് ചെയ്യുന്നു? അതിനുശേഷം കിട്ടിയ ബൈനറി ഇക്വലന്റിലെ വൺസിനെല്ലാം 0 ആക്കി മാറ്റുന്നു, 0-നെല്ലാം 1 ആക്കി മാറ്റി നമുക്ക് എന്ത് കിട്ടി? ആ നെഗറ്റീവ് ഇൻറ്റിജർ നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് കിട്ടി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞു 8 ബിറ്റിലാണെങ്കിൽ ഫസ്റ്റ് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് സൈൻ ബിറ്റും ബാക്കി റിമൈനിങ് 7 ബിറ്റ് മാഗ്നിറ്റ്യൂഡും ആണ്. പക്ഷെ ഇവിടെ നമ്മൾ 8-ബിറ്റ് ഫോർമിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും സൈൻ കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ. സൈൻ കൺസിഡർ ചെയ്യുന്ന എവിടെയുള്ളൂ? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ 8-ബിറ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സൈനിന് വേണ്ടി ഒരു ബിറ്റും നമ്മൾ മാറ്റി വെക്കുന്നില്ല. ഓക്കെ, അത് ചിലപ്പോൾ കുട്ടികൾ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നോക്കുക, എപ്പോഴും ബുക്കുകൾ എക്സാമ്പിൾസ് ഒക്കെ സോൾവ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കൺഫ്യൂഷൻസ് ഒക്കെ ഒരുപാട് മാറിക്കിട്ടും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ വൺസ് കോംപ്ലിമെന്റ് ഓഫ് -25. -25ന്റെ വൺസ് കോംപ്ലിമെന്റ് കാണാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? അതിന്റെ ബൈനറി ഇക്വലന്റ് കാണണം. അപ്പോൾ നമുക്ക് ബൈനറി ഇക്വലന്റ് നേരത്തെ കണ്ടുപിടിച്ചാണ് 11001 ആണ്. 8 ബിറ്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി റിമൈനിങ് 3 ബിറ്റ് എന്ത് ചെയ്തു? 0 ആക്കി മാറ്റി. അപ്പോൾ ബൈനറി ഇക്വലന്റ് ആയി അല്ലേ?
പക്ഷെ ഇവിടെ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ എന്ത് പറഞ്ഞാൽ +25 നമുക്ക് എന്ത് പറയാനും തന്നെയാണ് അതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയാൻ. പക്ഷെ ഇവിടെ എന്താണ് -25 ആണ് അല്ലെ. -25 ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ ബൈനറിയിലെ സീറോനെല്ലാം 1 ആക്കും, 1 എല്ലാം 0 ആക്കി മാറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 0 ഇൻവേർട്ട് ചെയ്ത് 1 ആക്കി, 1 1 1 വന്നു, 1 എല്ലാം 0 ആക്കി, 0 0 then 1 1 0. നമുക്ക് ഇവിടെ അതിന്റെ ബൈനറി ഇക്വലന്റ് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ 3 വൺസ് കോംപ്ലിമെന്റ് കാണാൻ എന്താ ചെയ്തത്, ബൈനറി നമ്പർ ആണ് തരുന്നെങ്കിൽ ജസ്റ്റ് ഇൻവേർട്ട് ദ ബിറ്റ്സ് എന്നാണ് അല്ലെ. എന്താ ബൈനറി നമ്പറിലെ ബിറ്റ്സിനെ ഇൻവേർട്ട് ചെയ്താൽ മതി. 0നെ 1 ആക്കി മാറ്റണം, 1നെ 0 ആക്കി മാറ്റണം. പോസിറ്റീവ് ഇന്റിജർ നമ്പർ ആണ് തരുന്നത്, അതിന്റെ ബൈനറി വൺസ് കോംപ്ലിമെന്റ് ആണ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ആ നമ്പറിന്റെ ബൈനറി ഇക്വലന്റ് കാണുക, അതിനെ 8 ബിറ്റ് ഫോർമുലായിട്ട് മാറ്റുക. അത് തന്നെയാണ് എന്ത്, ആ നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇനി ഒരു നെഗറ്റീവ് ഇന്റിജർ നമ്പറിന്റെ ബൈനറി ഇക്വലന്റ് ആണ് കാണാൻ പറയുന്നത്, വൺസ് കോംപ്ലിമെന്റ് ആണ് കാണാൻ പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം ആ ഇന്റിജർ നമ്പറിന്റെ ബൈനറി ഇക്വലന്റ് കാണുക, അതിനെ 8 ബിറ്റ് ഫോർമാറ്റിലോട്ട് മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക, സീറോസിനെല്ലാം 1ഉം 1നെല്ലാം 0 ആക്കി ഇൻവേർട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ആ നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് കിട്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വൺസ് കോംപ്ലിമെന്റ് ക്ലിയർ ആയി കാണുന്നു കരുതുന്നു. വൺസ് കോംപ്ലിമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ടൂസ് കോംപ്ലിമെന്റ് വളരെ എളുപ്പമാണ്. വൺസ് കോംപ്ലിമെന്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, ടൂസ് കോംപ്ലിമെന്റ് കാണാൻ നമ്മൾ വൺസ് കോംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് ടൂസ് കോംപ്ലിമെന്റ് എങ്ങനെയാണ് കാണുന്നത്, ജസ്റ്റ് ജനറലി പറയുകയാണെങ്കിൽ എന്താണ്, ജസ്റ്റ് ആഡ് 1 ടു ദ വൺസ് കോംപ്ലിമെന്റ്. വൺസ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന വൺസ് കോംപ്ലിമെന്റ് കൂടെ 1 ആഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ട്, 3 തരത്തിലുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ടൂസ് കോംപ്ലിമെന്റ്. If you want to find the two's complement of a binary number, ഒരു ബൈനറി നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് ആണ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഫൈൻഡ് ദ വൺസ് കോംപ്ലിമെന്റ് ഓഫ് ദാറ്റ് ബൈനറി നമ്പർ, then just add 1 to that particular വൺസ് കോംപ്ലിമെന്റ്. ആദ്യം എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ബൈനറി നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് കാണാം, അതിനുശേഷം അതിന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, we will get the two's complement of that particular binary number അല്ലെ. വൺസ് കോംപ്ലിമെന്റ് കാണാൻ എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇൻവേർട്ട് ചെയ്താൽ മതി. സോ 1 1 1 0 0 1ന്റെയാണ് നമുക്ക് ടൂസ് കോംപ്ലിമെന്റ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ടൂസ് കോംപ്ലിമെന്റ് കാണേണ്ട നമ്പറിന്റെ ഫസ്റ്റ് വൺസ് കോംപ്ലിമെന്റ് കണ്ടു, ജസ്റ്റ് ഇൻവേർട്ട് ചെയ്യുന്നു, 0 0 1 1 0 എന്ന് കിട്ടും അല്ലെ. അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു, 1 ആഡ് ചെയ്യുന്നു. 1 ആഡ് ചെയ്യാൻ ഇവിടെ എന്താണ്, ബൈനറി അഡീഷൻ ആണ് കേട്ടോ. അപ്പോൾ 0 + 1 പറഞ്ഞത് കിട്ടും, 1 കിട്ടും. ദെൻ 1 ആഡ് ചെയ്യുന്നുള്ള ബാക്കിയെല്ലാം അതേപോലെ നമ്മൾ എടുത്തു തരും. 0 0 1 1 1 അതാണ് എന്ത്, ഈ പറഞ്ഞ മോൾ തന്നിരിക്കുന്ന നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വൺസ് കോംപ്ലിമെന്റ് കണ്ടു, അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു, 1 ആഡ് ചെയ്ത, ബൈനറി അഡീഷൻ ആണ്, 1 ആഡ് ചെയ്ത് എന്ത് കിട്ടി, we will get the two's complement of that binary number. Then how to find the two's complement of a പോസ്റ്റ് ഇന്റിജർ നമ്പർ. പോസ്റ്റ് ഇന്റിജർ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിന്റെ വൺസ് കോംപ്ലിമെന്റ് അല്ലെങ്കിൽ അതിന്റെ ബൈനറി ഇക്വലന്റ് തന്നെയാണ് എന്ത്, ആ നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, പോസ്റ്റ് ഇന്റിജർ നമ്പറിന്റെ ബൈനറി ഇക്വലന്റ് കാണുന്നു, അതിനെ 8 ബിറ്റ് ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്നു. അത് തന്നെയാണ് എന്ത്, ആ നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ്. അത് തന്നെയാണ് എന്ത്, ആ നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ്. അപ്പോൾ ഒരു പോസ്റ്റ് ഇന്റിജർ നമ്പറിന്റെ ബൈനറി ഇക്വലന്റ് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ആ നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് ഫോമും ആണ്, അതേ നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് ഫോമും ആണ്. ഓക്കെ, ദെൻ അടുത്തെന്താണ്, ഓഫ് കോഴ്സ് നെഗറ്റീവ് നമ്പർ അല്ലെ. നെഗറ്റീവ് ഇന്റിജർ നമ്പർ ആണെങ്കിൽ നമുക്ക് ടൂസ് കോംപ്ലിമെന്റ് കാണേണ്ട ഒരു നെഗറ്റീവ് ഇന്റിജർ നമ്പറിന്റെ ആണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ആ നമ്പറിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള 8 ബിറ്റ് ഫോർമാറ്റിലുള്ള ബൈനറി ഫോം എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ ഇൻവേർട്ട് ചെയ്യുന്നു. ആ ബൈനറിയിലെ സീറോസിനെല്ലാം 1ഉം 1നെല്ലാം 0 ആക്കി മാറ്റി ഇൻവേർട്ട് ചെയ്ത് വൺസ് കോംപ്ലിമെന്റ് കാണും. അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു, 1 ആഡ് ചെയ്യുന്ന, വൺസ് കോംപ്ലിമെന്റ് 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത്, വിൽ ഗെറ്റ് ദ ടൂസ് കോംപ്ലിമെന്റ് ഓഫ് ദാറ്റ് നെഗറ്റീവ് ഇന്റിജർ നമ്പർ. ഓക്കെ, സോ ആദ്യം ബൈനറി ഇക്വലന്റ് കണ്ടു 25ന്റെ, അതിന്റെ വൺസ് കോംപ്ലിമെന്റ് നമ്മൾ കണ്ടു, സീറോസിനെല്ലാം 1 ആക്കി 1നെല്ലാം 0 ആക്കി മാറ്റുമ്പോൾ നമുക്ക് കിട്ടി അല്ലെ. അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു, 1 ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ടൂസ് കോംപ്ലിമെന്റ് ഓഫ് ദാറ്റ് നമ്പർ. ഓക്കെ, അപ്പം 3 മെത്തേഡാണ് നമുക്ക് ഇന്റിജർ നമ്പേഴ്സിന് റെപ്രസെന്റ് ഉപയോഗിക്കുന്നത്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്, ദെൻ വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ്, ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് അല്ലെ. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡിൽ എങ്ങനെയാണ് പറയുന്നത്, ദ ഗിവൺ ഇന്റിജർ നമ്പർ ഈസ് represented in a 8-bit form in which the most significant bit represent the sign of that particular number and the remaining 7 bit represent the magnitude of that particular integer number. Okay, if the
number is positive, then we will put 0 in the MSB bit. If the number is negative, we will put 1 in the MSB bit. Okay, then ones complement method എങ്ങനെയാണ് പറയുന്നത്? Ones complement of a number can be find out by inverting its bits എന്ന് പറഞ്ഞു അല്ല. ജനറലി ആണ് പറയുന്നത്, പക്ഷെ പോസിറ്റീവ് നമ്പർ ആകുമ്പോൾ എങ്ങനെ ചെയ്യണം, ബൈനറി നമ്പർ ആകുമ്പോൾ എങ്ങനെ ചെയ്യണം, നെഗറ്റീവ് നമ്പർ ആകുമ്പോൾ എങ്ങനെ ചെയ്യണം, നെഗറ്റീവ് ഇൻറ്റീജർ നമ്പർ ആകുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ടൂസ് കോംപ്ലിമെന്റ് എന്താ പറയുന്നത്? A two's complement of a number can be find out by first finding the ones complement, then add 1 to the ones complement of that particular number. That will give the two's complement of that particular number. അല്ലേ, അത് ബൈനറി ആണ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, പോസിറ്റീവ് ഇൻറ്റീജർ നമ്പർ ആണെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, നെഗറ്റീവ് ഇൻറ്റീജർ നമ്പർ ആണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അല്ലേ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് നമുക്കറിയാം നമ്പേഴ്സ് വിത്ത് ഫ്രാക്ഷണൽ പാർട്ടാണ് അല്ലേ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് അതിന് റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഫ്രാക്ഷണൽ ഫോർമാറ്റിലും മറ്റൊന്ന് എക്സ്പോണൻഷ്യൽ ഫോർമാറ്റിൽ അല്ലേ. ഫ്രാക്ഷണൽ ഫോർമാറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് 25.5 അല്ലേ, 25.75 എന്നുള്ള രീതിയിൽ നമുക്ക് ഫ്രാക്ഷണൽ ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യാം. ആദ്യം ഇൻഡിജർ പാർട്ട്, ഡോട്ട് അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ്, ദെൻ ഫ്രാക്ഷണൽ പാർട്ട്. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഫ്രാക്ഷണൽ പാർട്ടിൽ നമ്മൾ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ എങ്ങനെയാണ് ഈ നമ്പറിനെ ഫ്ലോട്ടിംഗ് പോയിന്റ് ഫോർമാറ്റിൽ എക്സ്പോണൻഷ്യൽ ഫോർമാറ്റിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. 25.75 നമുക്ക് 2.575 ഇൻറ്റു 10⁻1 അല്ലേ, 10⁻1 എന്നുള്ള രീതിയിൽ നമുക്കതിന് എഴുതാം. അതുപോലെ തന്നെ 25.75 നമുക്ക് എന്ത് ചെയ്യാം, 0.2575 ഇൻറ്റു 10⁻2 10⁻2 എന്നുള്ളൂ. രണ്ടും എന്താ, ഇത് രണ്ടും റെപ്രസെന്റ് ചെയ്യുന്നത് 25.75 തന്നെയാണ് അല്ലേ. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 257.5 ഇൻറ്റു 10⁻⁻1 ഓക്കെ, 10⁻⁻1 അല്ലേ. അതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, 257.5 ഇൻറ്റു 10⁻⁻1 എന്ന 1/10⁻1. 10⁻1 എന്ന് പറഞ്ഞാൽ 10 ആണ്, അപ്പോൾ 1/10 എന്ന് പറയുമ്പോൾ 257.5 ഇൻറ്റു 1/10 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, 25.7 അല്ലേ. സെയിം നമ്പർ തന്നെ കിട്ടും. നമുക്ക് അതിന് ഇങ്ങനെ എഴുതാം, 257.5 ഇൻറ്റു ഡോട്ട് ഇൻറ്റു 10⁻2 അല്ലേ, ഇൻറ്റു 10⁻2 ഇതും തന്നെയാണ് 25.75 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ തന്നിരിക്കുന്ന ഒരു നമ്പറിനെ എങ്ങനെയാണ് എക്സ്പോണൻഷ്യൽ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു, അതിന് എക്സ്പോണൻഷ്യൽ ഫോമിൽ എങ്ങനെ എഴുതാം, ഫസ്റ്റ് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുന്നതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് മാൻഡിസ പാർട്ട്. എക്സ്പോണൻഷ്യൽ ഫോർമാറ്റിൽ രണ്ട് പാർട്ടാണ് ഉണ്ടാവുക ഫ്ലോട്ടിംഗ് പോയിന്റിൽ, മാൻഡിസ പാർട്ടും എക്സ്പോണന്റ് പാർട്ട്. സോ മാൻഡിസ പാർട്ട്, ദെൻ ഇ ക്യാപിറ്റൽ ഓർ സ്മോൾ ലെറ്റർ ഇ, ദെൻ എക്സ്പോണന്റ് പാർട്ട്. ഈ രീതിയിലാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിൽ റിയൽ നമ്പേഴ്സിന് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഏതാണ് മാൻഡിസ പാർട്ട്? ഇങ്ങനെ നമ്മൾ ഈ തന്നിരിക്കുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ ഈ രീതിയിലോട്ട് മാറ്റി, എന്താണ് 10⁻⁴ എന്നുള്ള ആ രീതിയിലോട്ട് മാറ്റി എഴുതുന്നു. അങ്ങനെ കിട്ടുന്ന നമ്പറിലെ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, മാൻഡിസ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് നമ്പറിലാണെങ്കിൽ ഇതാണ് എന്ത്, മാൻഡിസ പാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മാൻഡിസ പാർട്ട് തേർഡ് നമ്പറിൽ ഇതാണ്. അപ്പോൾ മാൻഡിസ പാർട്ട് ഫസ്റ്റ് നമ്പറിന്റെ പ്രകാരം നമ്മൾ മാൻഡിസ പാർട്ട് എഴുതി 2.575 അല്ലേ. ഇനി അടുത്തെന്താണ്, ക്യാപിറ്റൽ ഓർ സ്മോൾ ലെറ്റർ ഇ അല്ലേ, ക്യാപിറ്റൽ ലെറ്റർ ഇ കൊടുത്തു. എന്താണ് എക്സ്പോണന്റ് പാർട്ട്? എക്സ്പോണന്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, 10⁻10ന്റെ പവർ ആണ് എന്ത് എക്സ്പോണന്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ എന്താ 1 ആണ് അല്ലേ, ഇവിടെ എന്ത് എഴുതി 1 എഴുതി. ഓക്കെ, ദെൻ
സെക്കൻഡ് നമ്പറിന്റെ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പറിന്റെ എന്ത് വരും? എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ആദ്യം മാൻഡിസ പാർട്ട് 0.2575, then ലെറ്റർ ഇ, then എന്താണ് എക്സ്പോണന്റ് പാർട്ട്? എക്സ്പോണന്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ 10ന്റെ പവർ ആണ്. ഇവിടെ 2 ആയതുകൊണ്ട് 2 നോക്കും അല്ലേ. തേർഡിലാണെങ്കിൽ തേർഡ് കേസിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെ വരും? 257.5 അല്ലേ. അതാണ് എന്ത്? മാൻഡിസ പാർട്ട്. ദെൻ ക്യാപിറ്റൽ ഓർ സ്മോൾ ലെറ്റർ ഇ, ദെൻ നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കും. ഓക്കെ. ദെൻ അടുത്ത എന്താണ്? എക്സ്പോണന്റ് പാർട്ട് 10ന്റെ പവർ ആണ്. 10ന്റെ പവർ എത്രയാണ്? -1 ആണ്. സോ -1. അതേപോലെ അടുത്ത് ഇത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ 2575 E -2. അപ്പോൾ ഈ 25.75 നമുക്ക് എക്സ്പോണൻഷ്യൽ രൂപത്തിൽ പല രീതിയിൽ എഴുതാം. ഓക്കെ. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫോമിൽ എങ്ങനെയാണ് ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുക? മാൻഡിസ പാർട്ട്, ദെൻ ലെറ്റർ ഇ, ദെൻ എക്സ്പോണന്റ് പാർട്ട്. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? എക്സ്പോണൻഷ്യൽ ഫോമിൽ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. എക്സ്പോണൻഷ്യൽ ഫോമിൽ കിട്ടിയ ഒരു നമ്പറിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സോ ഇതിനു വേണ്ടി നമ്മളിവിടെ ബുക്കിലെ ഫിഗർ തന്നെ എടുത്തു. നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു 32 ബിറ്റ് നമ്പറാണ് യൂസ് ചെയ്യുന്നത്. 32 ബിറ്റ് നമ്പറാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. 32 ബിറ്റിലെ ആദ്യത്തെ ഫസ്റ്റ് 24 ബിറ്റ് എന്താണ്? മാൻഡിസ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് 24 ബിറ്റ് മാൻഡിസ പാർട്ടിക്കും പിന്നെ റിമൈനിങ് വരുന്ന 8 ബിറ്റ് എക്സ്പോണന്റ് പാർട്ടിനും വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് 24 ബിറ്റ് മാൻഡിസ പാർട്ടിനും വരുന്ന 8 ബിറ്റ് എക്സ്പോണന്റ് പാർട്ടിനും. അപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്പറിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്തുണ്ട്? മാൻഡിസ പാർട്ടിനാണെങ്കിലും അതുപോലെ എക്സ്പോണന്റ് പാർട്ടിലാണെങ്കിലും എന്തുണ്ട്? സൈൻ ഉണ്ട് അല്ലെ. ഇവിടെ മാൻഡിസ പാർട്ടിൽ ഇവിടെ 25.75 എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഫുൾ എന്താണ്? പോസിറ്റീവ് ആണ്. മാൻഡിസ എല്ലാം വരുമ്പോൾ പോസിറ്റീവ് നമ്പറേ വരുള്ളൂ അല്ലെ. അതുപോലെ എക്സ്പോണന്റ് പാർട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യത്തെ രണ്ടെണ്ണത്തിലും പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ പിന്നെ ഒന്ന് രണ്ടെണ്ണത്തിൽ എക്സ്പോണന്റ് പാർട്ട് എന്താണ്? -1 ആണ് അല്ലെങ്കിൽ -2 ആണ്. മൈനസ് ആണ് അല്ലെ. നെഗറ്റീവ് നമ്പറാണ്. സോ രണ്ടിനും എന്തുണ്ട്? മാൻഡിസയ്ക്കും സൈൻ ഉണ്ട്, അതുപോലെ എക്സ്പോണന്റ് പാർട്ടിനും സൈൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 24 ബിറ്റിലെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് സൈൻ ബിറ്റ് ആയിട്ട് യൂസ് ചെയ്യും. 0 ആണെങ്കിൽ പോസിറ്റീവും 1 ആണെങ്കിൽ നെഗറ്റീവും. ഓക്കെ. നമുക്ക് മാൻഡിസ പാർട്ട് പോസിറ്റീവ് ആണ് അതിന്റെ സൈൻ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 0 എന്ന് കൊടുക്കും സൈൻ ബിറ്റിൽ. അതല്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണ് മാൻഡിസ പാർട്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മാൻഡിസ പാർട്ടിലെ സൈൻ ബിറ്റ് 1 എന്ന് കൊടുക്കും. ഓക്കെ. അതുപോലെ തന്നെയാണ് എന്ത്? എക്സ്പോണൻഷ്യലിലെ 8 ബിറ്റിലെ ലെഫ്റ്റ് മോസ്റ്റ്. ഓക്കെ. എക്സ്പോണന്റ് പാർട്ടിലെ 8 ബിറ്റിലെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് സൈൻ ബിറ്റ് ആണ്. അവിടെ എന്താണ്? എക്സ്പോണന്റ് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ 0 എന്നും നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ 1 എന്നും കൊടുക്കുന്നു സൈൻ ബിറ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പറിനെ എങ്ങനെയാണ് എക്സ്പോണന്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? അങ്ങനെ എക്സ്പോണന്റ് ഫോമിൽ കൺവേർട്ട് ചെയ്ത നമ്പറിനെ എങ്ങനെ എന്ത് ചെയ്യുന്നു? നമ്മൾ 32 ബിറ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് 24 ബിറ്റ് മാൻഡിസ പാർട്ടിനും the remaining 8 bit for exponent part. Then in the first 24 bit the leftmost bit is taken as sign bit for the Mandisa part, and the 8 bit exponent part, the leftmost 8 bit is used to leftmost bit of exponent part is used to represent the sign of exponent. If the exponent is positive, sign bit includes 0. If the exponent is negative, sign bit is filled with 1. Okay. ഇതാണ് എന്ത്? റെപ്രസെന്റേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റെപ്രസെന്റേഷൻ ഓഫ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചു. റെപ്രസെന്റേഷൻ ഓഫ് ഇൻഡിജേഴ്സ് 3 മെത്തേഡ് ഉണ്ട്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്, വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ്, ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ്. ദെൻ റെപ്രസെന്റേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. അതിന് എന്ത് ചെയ്യുന്നു? നമ്മൾ തന്നിരിക്കുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ ആദ്യം മാൻഡിസ പാർട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. എക്സ്പോണൻഷ്യൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. എക്സ്പോണൻഷ്യൽ ഫോമിനെ ഒരു 32 ബിറ്റ് ഫോമിലോട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. 32 ബിറ്റ് ബൈനറി ഈക്വലന്റിലോട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 25.75 ഏത് രീതിയിൽ എഴുതാം. അപ്പോൾ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഈ പറഞ്ഞ നമ്പറിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 32 ബിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതല്ല ഇവിടെ സെക്കൻഡ് റെപ്രസെന്റേഷൻ ഉപയോഗിക്കുന്നെങ്കിൽ ഈ ഒരു ഇതിനാണ് 32 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. എങ്ങനെ റെപ്രസെന്റ് ചെയ്താലും അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? 25.75 ആണ് ആ നമ്പറിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് ഈസ്
റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. അത് നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.